ചെങ്കടൽ എന്ന് പറയുന്ന പ്രദേശം വ്യാപാരത്തെ ലോക വ്യാപാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോക വ്യാപാരത്തിന്റെ 12% ഒരു വർഷം 17,000 കപ്പലുകളൊക്കെ കടന്നു പോകുന്ന ഈ പാതയിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ വാണിജ്യത്തിന് തടസ്സമുണ്ടായാൽ അത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ഭക്ഷണത്തിനും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റത്തിനും ഒക്കെ കാരണമായി മാറും. അപ്പം ഈ വ്യാപാരത്തെ തടസ്സപ്പെടുത്തി ലോകത്തെ മുഴുവൻ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഹൗദി വിഭാഗം അവിടെ അവലംബിച്ചിരിക്കുന്നത്. അവർക്ക് പരസ്യമായ പിന്തുണ പാലസ്തീന് നൽകിക്കൊണ്ടാണ് ഈ ആക്രമണത്തിന് മുതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ ഇറാൻ ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. ഇറാൻ പലപ്പോഴും സാമ്പത്തികമായും സൈനികമായും ഒക്കെ ഹൗദികളെ സഹായിക്കുന്നതായിട്ടുള്ള വാർത്തകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ജോ ബൈഡൻ തന്നെ ഈ ആക്രമണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാലക്സി ലീഡർ എന്ന് പറയുന്ന ചരക്ക് കപ്പൽ 2023 മാർച്ചിൽ അവർ പിടിച്ചു വെച്ചതോടുകൂടി ജോ ബൈഡൻ തന്നെ ആക്രമണത്തിന് മുതിരുകയും അവർക്ക് വേണ്ടുന്ന തിരിച്ചടി നൽകുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ പിന്നീട് നമുക്കറിയാം, ഈ അവസാന കാലഘട്ടം എത്തിയപ്പോഴേക്ക് ഏതാണ്ട് 2025 ജനുവരി വരെ ഏതാണ്ട് വെടിനിർത്തൽ കരാർ, ഗാസയുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു. ആ സമയം ഇവർ ഒരല്പം ഒന്ന് പിന്നോക്കം പോയിരുന്നു. എന്നാൽ പിന്നീട് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടുകൂടി തീർച്ചയായിട്ടും ഹൗദികൾ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കാണ് നീങ്ങിയത് എന്നുള്ളതാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡ്രോണുകളൊക്കെ അവർ വെടിവെച്ച് വീഴ്ത്തിയതായി നിരന്തരമായി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പരക്കെ പ്രചരിക്കുന്നുണ്ട്, അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷമാണ് ഒടുവിൽ കരയുദ്ധത്തിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അവസാനം അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ആക്രമണത്തിൽ തന്നെ 38ഓളം ആളുകൾ മരിക്കുകയും 100ലധികം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ്. അമേരിക്ക അവിടെയുള്ള ധാരാളം രാജ്യങ്ങളെ, പ്രത്യേകിച്ച് നോർവേ, സ്വീഡൻ, അതുപോലെ തന്നെ ധാരാളം 20ഓളം രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഒരു സഖ്യ ശൃംഖല ഉണ്ടാക്കുകയും, അതായത് ഈ ചരക്ക് ഗതാഗതത്തിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സഖ്യ ശൃംഖല ഉണ്ടാക്കുകയും അവരുടെ നേതൃത്വത്തിലും ശക്തമായിട്ടുള്ള സന്നാഹങ്ങൾ, സുരക്ഷകൾ ആ പ്രദേശത്ത് ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു നിയന്ത്രണം പിടിച്ചെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ചെങ്കടലിലൂടെ നടക്കുന്ന ചരക്ക് ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്പോട്ടുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാഴ്ത്താം എന്നുള്ളതാണ് ഹൗദികൾ പ്രധാനമായും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളതാണ്. കാരണം അവിടെ അവർ നടത്തുന്ന ഓരോ ആക്രമണങ്ങളെയും ചെറുക്കുന്നതിന് വേണ്ടിയുള്ള അതിനൂതനമായിട്ടുള്ള സങ്കേതങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ അവിടെ ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മേഖലയിലുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇപ്പോൾ ഏതാണ്ട് വിള്ളൽ വന്നിരിക്കുകയാണ്. അമേരിക്ക തുടർച്ചയായി ഈ പ്രദേശത്തുള്ള ചരക്ക് ഗതാഗതത്തെ മോണിറ്റർ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അമേരിക്ക മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും അതിനെ സഹായിക്കുന്ന ഇതര രാജ്യങ്ങളും എല്ലാം ചേർന്ന്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ത്യയുടെ ഒരു ചരക്ക് കപ്പൽ പോലും ആക്രമണത്തിന് വിധേയമായി എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി യമനിലെ ഹൗദികൾ മുന്നേറുന്ന സമയത്ത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെ തുടർന്നുള്ള തിരിച്ചടി നടത്തിയപ്പോൾ അവർ അമേരിക്കൻ പ്രസിഡന്റിനെ കലാപകാരി എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും അവിടെ നടക്കുന്ന ഏത് ആക്രമണത്തെയും ശക്തമായി തിരിച്ചടി നൽകും എന്നുള്ള വാർത്തയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചെങ്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാബ് അൽ മന്ദാബ് എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രദേശം എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ചരക്ക് ഗതാഗതം പൂർണ്ണമായും ഈ പ്രദേശങ്ങളിലൂടെ കടന്നാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഈ ഹൗദി വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അവർ ഒരു പ്രതിഷേധിക്കുന്ന ഒരു സംഘടനയായി രൂപം കൊള്ളുകയും പിന്നീട് ഒരു സൈനിക സംഘടനയായി, അല്ല ഒരു പ്രതിരോധ സംഘടനയായി, അത് അവിടെ നിൽക്കുന്ന സർക്കാരിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിരോധ സംഘടനയായി മാറുകയും ഷിയ മുസ്ലിങ്ങളെ അവിടെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയായിട്ടൊക്കെ പലതരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മുല്ലപ്പൂ വിപ്ലവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് അവിടെ ശക്തമായ യമനിലെ ഹൗദികൾക്കെതിരെയൊക്കെ ശക്തമായ അടിച്ചമർത്തലും യുദ്ധമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. 2015 ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പല അറബ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഈ അമേരിക്ക ഈ നടത്തുന്ന ആക്രമണം ഏതാണ്ട് ഇതുവരെ
കടൽ നടന്ന യുദ്ധമാണെങ്കിൽ അത് ഏതാണ്ട് കരയിലേക്ക് മാറുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക പല പ്രധാനപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികളെയും വധിച്ചിട്ടുള്ള MQ എന്ന് പറയുന്ന ആളില്ല ഡ്രോൺ ഉപയോഗിച്ച് ഉള്ള ആക്രമണങ്ങൾ അവർ നിരന്തരമായി യമനിൽ നടത്തുന്നുണ്ട്. ഹൗദികളെ വധിക്കാൻ തന്നെ പദ്ധതിയിട്ടിട്ടുള്ള ആക്രമണങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾ. ഇത്തരം ഡ്രോണുകൾ അവർ പല രാജ്യങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ട് പോലും ഇത്തരം ഡ്രോണുകൾ നൽകുന്നതിന് അമേരിക്ക വിമുഖത കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത്തരം നൂതന സാങ്കേതിക വിദ്യകളുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആക്രമണം നടത്തുന്നത്. എന്നാൽ നേരത്തെ ചരക്ക് ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവിടെയുള്ള മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ അതിനെയും മറികടന്ന് ഹൗദികളെ, അതായത് ഇറാന് പരിപൂർണമായ പിന്തുണ നൽകുന്ന പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാസയിലെ അവിടെയുള്ള ഹമാസ് ഭീകരവാദികളെ സഹായിക്കുന്ന ഈ ഹൂതികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ചുരുക്കി പറഞ്ഞാൽ പലസ്തീൻ പ്രശ്നവുമായും ഗാസ പ്രശ്നവുമായും കെട്ടുപിണഞ്ഞു കിടക്കുന്നു ഇപ്പോഴുള്ള ഹൂതിയുടെ ആക്രമണങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തുമ്പോൾ, ഗാസ പിടിച്ചെടുക്കാനായി പലസ്തീന് എതിരായി നടത്തുമ്പോൾ, അഥവാ അവിടെയുള്ള ഹമാസിനെതിരെ നടത്തുമ്പോൾ, മറുവശത്ത് അവർക്ക് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക ശക്തമായി മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ഉക്രൈൻ്റെയൊക്കെ കാര്യം പരിശോധിക്കുമ്പോൾ, ഉക്രൈൻ യുദ്ധത്തിൽ നമുക്കറിയാം സെലൻസ്കിയോട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതിനെതിരെ നിലകൊള്ളുകയും ശക്തമായ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത അതേ ഡൊണാൾഡ് ട്രംപാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ പുതിയ പുതിയ അക്രമങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അഥവാ ഇസ്രയേൽ അമേരിക്ക അടങ്ങുന്ന അച്ചുതണ്ടിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യുവാൻ തന്നെയാണ് അവരുടെ നീക്കം എന്നുള്ളതാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇസ്രായേൽ ധാരാളം അവിടെയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയൊക്കെയുള്ള ധാരാളം പ്രതിഷേധങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതേസമയം തന്നെ അതേ തന്ത്രം തന്നെയാണ്, അഥവാ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും പാലസ്തീനിൽ അവലംബിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗാസയിലെ ജനങ്ങൾ തന്നെ ഏതാണ്ട് ഹമാസിനെ പുറത്താക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ ചരക്ക് ഗതാഗതത്തെ, അതായത് അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ ലോക വ്യാപാരത്തിന്റെ ഈ കണ്ണിയെ തങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നും അത് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്നും പറയുന്ന ഹൂതികളെ എന്തായാലും ലോകം കാണിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമേരിക്കയും അതിൻ്റെ നേതൃത്വത്തിലുള്ള കക്ഷികളും ഒക്കെ ഇപ്പോൾ യമനിൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിന് പദ്ധതിയിടുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആളില്ല ഡ്രോൺ പോലെയുള്ള അതിനൂതനമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരുന്നത്. എന്തായാലും ലോക സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ കൂടുതൽ അപകടത്തിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തി സുരക്ഷിതമാക്കുമെന്നും അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ പലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക വഴി ഈ പ്രശ്നം അവസാനിക്കപ്പെടും എന്ന് തന്നെയാണ് ലോകം കരുതുന്നത്. അതിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ.